നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയുടെ സംസ്കാരം ഞായറാഴ്ച നടന്നു. ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണങ്ങളാൽ ഹിസ്ബുള്ളയെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. ഈ ബഹുജന പരിപാടി തീവ്രവാദികളുടെയും രാഷ്ട്രീയ ഗ്രൂപ്പിന്റെയും ശക്തി പ്രകടനമായി ഉദ്ദേശിച്ചുള്ളതാണ്. കൂട്ടശവസംസ്കാര ചടങ്ങിനിടെ തെക്കൻ കിഴക്കൻ ലബനനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണങ്ങളും നടത്തിയതായി പ്രാദേശിക സംസ്ഥാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞു. നസ്രുള്ളയുടെ ശവപ്പെട്ടി അനാച്ഛാദനം ചെയ്തതിനു ശേഷം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ശവസംസ്കാരം നടക്കുന്ന പ്രധാന സ്ഥലത്തിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇസ്രായേൽ സൈന്യം ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ വ്യക്തമായ ഒരു സന്ദേശമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. നസ്രുള്ളയുടെ കൊലപാതകമാണെന്ന് പറയുന്നതിലെ ദൃശ്യങ്ങളും ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ചടങ്ങാരംഭിച്ച ബെയ്റൂട്ടിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ചുറ്റുമുള്ള തെരുവുകളിലെല്ലാം തന്നെ ആളുകൾ നിറഞ്ഞു. അന്തരിച്ച നേതാവിന്റെ ശവകുടീരത്തെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തായി സ്ഥാപിച്ച തെക്കൻ ബെയ്റൂട്ടിലെ ഒരു ദേവാലയത്തിലേക്ക് ഒരു വലിയ ഘോഷയാത്രയും നടത്തിയിട്ടുണ്ട്. വിലാപയാത്രക്കാർ ശവക്കുഴിയിലേക്ക് സ്കാർഫുകൾ എറിഞ്ഞു. അത് നസ്രുള്ളയുടെ തലപ്പാവിൽ സ്പർശിക്കുകയും ഹിസ്ബുള്ള പുതച്ച ശവപ്പെട്ടിക്ക് മുകളിൽ വയ്ക്കുകയും വിലാപയാത്രക്കാർക്ക് തിരികെ അത് നൽകുകയും ചെയ്തു. ഒരു വിദൂര സ്ഥലത്ത് നിന്ന് സംസാരിച്ച ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നെയ്ം ഖാസിം വിലാപക്കാരെ അഭിസംബോധന ചെയ്യുകയും നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടാലും നസ്രുള്ളയുടെ പാതയിൽ തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഒക്ടോബർ 1 ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മാത്രം മുമ്പ് തീവ്രവാദ ഗ്രൂപ്പിനെ നയിച്ച നസ്രുള്ളയുടെ പിൻഗാമി ഹാഷിം സഫീദിനെയും ഞായറാഴ്ചത്തെ ചടങ്ങ് അനുസ്മരിച്ചു. നസ്രുള്ളയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ഒരു സ്വകാര്യ ചടങ്ങിൽ രഹസ്യമായി അടക്കം ചെയ്തുവെന്നും ഹിസ്ബുള്ള അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ശരത്കാലത്തിൽ ലബനനിലെ ഇസ്രായേൽ സൈനിക പ്രചാരണം ഗ്രൂപ്പിന്റെ ഉന്നത സൈനികരെ തുടച്ചു നീക്കുകയും 100 കണക്കിന് സിവിലിയന്മാരെ കൂടാതെ 1000-കണക്കിന് പോരാളികളെയും കൊല്ലുകയും ചെയ്തതിനു ശേഷം ഞായറാഴ്ച മാത്രമാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. തീവ്രവാദ ഗ്രൂപ്പിന്റെ ദുർബലമായ അവസ്ഥയ്ക്ക് അടിവരയിടുന്ന സംഭവമാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ഹിസ്ബുള്ള ലക്ഷ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ആക്രമണം തുടരുന്നതോടെ തീവ്രവാദ ഗ്രൂപ്പിനെ കൂടുതൽ ആഴത്തിലേക്ക് നയിച്ചു. 1982 ഗറില്ല പോരാളികളുടെ ഒരു റാഗ് ടാഗ് ഗ്രൂപ്പിൽ നിന്നും കുറഞ്ഞത് 4 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രാദേശിക ശക്തിയായി വളർന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ യുഗത്തിന്റെ അവസാനമാണ് നസ്രുള്ളയുടെ മരണം അടയാളപ്പെടുത്തുന്നത്. 1992 32-കാരനായ പുരോഹിതനായി സായുധ സംഘത്തിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 22 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് 2000 ഇസ്രായേൽ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ തെക്കൻ ലബനനിലെ ഒരു ഗറില്ല ക്യാമ്പയിന്റെ അധ്യക്ഷനായി അദ്ദേഹം തുടർന്നു. 2006 ഇസ്രായേലിനെതിരായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ അദ്ദേഹം ഹിസ്ബുള്ള പോരാളികളെ നയിച്ചു. ഇത് ലബനന്റെ വലിയ ഭാഗങ്ങൾ നശിപ്പിച്ചെങ്കിലും ഗ്രൂപ്പിനെ തകർക്കുക എന്ന ഇസ്രായേലിലെ പ്രഖ്യാപിത ലക്ഷ്യം പരാജയപ്പെടുത്തി. സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നസ്രുള്ളയുടെ സൈന്യം ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇടപെട്ടു. ടെഹ്റാന്റെ പിന്തുണ വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയുടെ ഭാഗ്യം മാറി. ഹമാസിനെ പിന്തുണച്ച് 60,000 ഇസ്രായേലികളെ മാറ്റിപ്പാർപ്പിച്ച് ഇസ്രായേലിന്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശത്ത് തീവ്രവാദി സംഘം ദിവസേന റോക്കറ്റ് ആക്രമണം നടത്തി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വ്യാപിക്കുന്നതിന് ഏകദേശം 1 വർഷം മുമ്പ് നീണ്ടുനിന്ന ഒരു ടൈറ്റ് ഫോർ ടാറ്റിന്റെ ഭാഗമായി തെക്ക് ഭാഗത്തുള്ള 1 ലക്ഷം ലെബനീസ് നിവാസികളും ഇസ്രായേലി ആക്രമണങ്ങളിൽ കുടിയിറക്കപ്പെട്ടിരുന്നു.